എല്ലാവർക്കും സുഭാഷാറാണ്. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബൈനോമിയൽ തിയറത്തിലെ ഒരു ക്വസ്റ്റനാണ്. സാധാരണ ഇതൊന്നും ആരും എടുത്ത് അങ്ങനെ പെരുമാറാറല്ലേ. നമ്മളെപ്പോഴും ഡിഫറൻസിയേഷൻ, മെട്രിസസ്, വെക്റ്റർ ഇതൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്. ബൈനോമിയൽ തിയറത്തിലെ പ്രോബ്ലംസുകളൊന്നും എടുത്തങ്ങോട്ട് ചെയ്യാറില്ല. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. എൻട്രൻസിലേക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസുകൾ വരുന്നതാണ്. അതുകൊണ്ട് ദാണ്ട് ഈ ക്വസ്റ്റ്യൻ നല്ല ഒരെണ്ണമാണ്. നമുക്ക് എൻട്രൻസിലൊക്കെ പ്രതീക്ഷിക്കാവുന്നതോ ഇല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യനൊക്കെ നമുക്ക് എക്സാമിന് എപ്പോഴും ഉണ്ടാവും. ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ച് നോക്കിക്കേ. ഫോർത്ത് ടേം, നാലാമത്തെ ടേം. ഓക്കെ, ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് എം എക്സ് പ്ലസ് 1/x ഹോൾ റൈസ് ടു n ഈസ് 5/2. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് mn? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയൊക്കെ കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ ഉണ്ട്, പക്ഷെ അതെല്ലാവർക്കും ഒന്നും പിടികിട്ടത്തില്ല. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു m ഉണ്ട്, ഇവിടെ ഒരു n ഉണ്ട്. അങ്ങനെയാണെങ്കിൽ m ഇൻറ്റു n വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ട് നോക്കിക്കേ. ഫോർത്ത് ടേം ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടേംസുകളിലെ നാലാമത്തേത് 5/2 ഇസ് എ കോൺസ്റ്റൻറ്റ് ടേം. കണ്ടോ, നമ്മൾ സാധാരണ എക്സ് ഒക്കെ ഉള്ള ടേമിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും ആൻസർ എക്സ് കാണത്തില്ല. ഇപ്പം x+2 ദ ഹോൾ ക്യൂബിനെ എക്സ്പാൻഡ് ചെയ്താൽ x³ +3 അങ്ങനെ വരുന്നില്ലേ. അപ്പോൾ എല്ലാ ടൈമിലും എക്സ് കാണും. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനുള്ളിൽ 5/2 എന്നുള്ളതാണ് ഫോർത്ത് ടൈം എന്ന് പറയുക. എക്സ് ഇല്ലാതാണ് കിട്ടിയേക്കുന്നത്. അവിടെ തന്നെ ഒരു ക്ലൂ ഉണ്ട്. ഈ n ആരാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ കാരണം ഫോർത്ത് ടൈം എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ അത് മിഡിൽ ടൈം ആണെന്ന് അർത്ഥം. ഓക്കെ, ഫോർത്ത് ടൈം ഒരു കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത്, സിക്സ്ത്ത് കേട്ടോ. ഫിഫ്ത്ത്, സിക്സ്ത്ത്, ഇവിടെ ഇപ്പോൾ തേർഡ്, സെക്കൻഡ്, ഫസ്റ്റ്. ഓക്കെ, ഫോർത്ത് ടൈം ഒരു കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആക്ച്വലി 7 ടേംസ് കാണും അർത്ഥം കേട്ടോ. 7 ടേംസ് കാണും. ഇത് മിഡിൽ ടൈമാണ് കേട്ടോ. ഫോർത്ത് ടൈം ഈസ് എ കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് ആ ഫോർത്ത് ടൈം എന്തായിരിക്കും? ഒരു മിഡിൽ ടൈം ആയിരിക്കും. മിഡിൽ ടൈം ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ടേംസ് ഉണ്ടായിരിക്കണം. ഇങ്ങോട്ട് 3, ഇങ്ങോട്ട് 3. അപ്പോൾ 7 ടേംസ് എക്സ്പാൻഷൻ ഉണ്ടാവും. 7 ടേംസ് എക്സ്പാൻഷൻ ഉണ്ടാകണമെങ്കിൽ എന്നിൻ്റെ വാല്യൂ എത്ര ആയിരിക്കണം മോനെ? 6. നമ്മൾ പഠിച്ചിട്ടുണ്ട്. പവർ n6 ആണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് എത്ര? 7. അപ്പോൾ ഇവിടെ നമുക്ക് ഫോർത്ത് ടേം ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതെപ്പോഴും ഒരു മിഡിൽ ടേം ആയിരിക്കും. ഇതിൻ്റെ കാരണം ഇവിടെ എക്സ്, ഇവിടെ എത്ര? 1/x എക്സ് കണ്ടോ. ഡിഗ്രി സെയിമാണ്. ഇവിടെ എക്സ്, ഇവിടെ 1/x. ഇങ്ങനെ വന്ന് ഞാൻ ഇതൊന്നും ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. നമുക്കല്ലാതെ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ മറ്റൊരു മെത്തേഡ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ മിഡിൽ ടൈം ആയിരിക്കും. മിഡിൽ ടൈം ആവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർത്ത് ടൈം മിഡിൽ ടൈം ആണെങ്കിൽ ടോട്ടൽ ടൈംസ് എത്ര ആയിരിക്കണം? 7 ആയിരിക്കണം. ടോട്ടൽ ടൈംസ് 7 ആണെങ്കിൽ പവർ എത്ര മതി? 6 മതി. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്ര കിട്ടി? 6. പക്ഷേ അത് നമുക്ക് വല്ല ചെയ്യാം. ഫോർത്ത് ടൈം ഈസ് ഈക്വൽ എത്ര മോനെ? 5/2. ഫോർത്ത് ടൈമിൻ്റെ ഫോർമുല NCR a⁻n−r ഇൻറ്റു b⁻r. ഇതാ ഈക്വൽ ടു 5/2. ഇതാ ഫോർമുല കേട്ടോ. ഏത് ടൈമിനെയും കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. ഇവിടെ n നമുക്കിപ്പോൾ അറിയത്തില്ലെന്ന് വെച്ചോ. ഇവിടെ 6 കിട്ടിയെങ്കിലും അത് വേറെ വഴിക്കല്ലയോ, ഈ വഴിക്ക് കിട്ടും. ദാറ്റ് ഈസ് NCR, ദാറ്റ് ഈസ് NC3. എന്തുകൊണ്ടാണ്? ഫോർത്ത് ടൈം എന്ന് പറയുമ്പോൾ ആറിന് നമ്മൾ 3 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ mx, ദാറ്റ് ഈസ് mx ഹോൾ റൈസ് ടു n-3. ആറ് എത്രയായിരുന്നു? 3. എന്ത് ഈ 3 എന്ന് പറയാനുള്ള കാരണം ഫോർത്ത് ടൈമിനെ കണ്ടുപിടിക്കുമ്പോൾ ആറിൻ്റെ വാല്യൂ 1 കുറച്ചാണ് പറയേണ്ടത് കേട്ടോ. ഇനി ബി എന്ന് പറഞ്ഞാൽ ആരാണ്? 1/x. 1/x ഹോൾ റൈസ് ടു r. ഇവിടെ r എത്രയായിരുന്നു? 3. ഈ സീക്കിൽ എത്രയാണ്? 5/2. ഓക്കെ, അത്രയും ഓക്കെ ആയി. ദാറ്റ് ഈസ് NC3 m⁻n−3 നെക്സ്റ്റ് x⁻n−3. ഓക്കെ, അപ്പോൾ NCR a⁻n−r b⁻r എന്നുള്ള രീതിയിൽ കൂടെ ചെയ്തു വന്നേക്കുവാണ്. ഇവിടെ വരുമ്പോൾ 1/x⁻3 ഈക്വൽ എത്രയാണ്? 5/2. ഓക്കെ, ഈ 1/x⁻3 മണ്ടയ്ക്ക് ചെന്നാൽ x⁻ ആരെന്നായിട്ട് മാറും? -3 ആവും. അപ്പോൾ ഇത് രണ്ടുകൂടെ ചേർന്ന് x⁻n−3 എന്നുള്ളത് x⁻n−6 ആയിട്ട് മാറും. ഓക്കെ, ഞാൻ ആ സിംപ്ലിഫിക്കേഷൻ ഓരോ സ്റ്റെപ്പിലും വേറെ എങ്ങും ചേഞ്ച് ഇല്ല. ഇവിടെ മാത്രമേ ഉള്ളൂ ചേഞ്ച് കേട്ടോ. അതുകൊണ്ട് അവിടെ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നോക്കിക്കേ ഈക്വൽ ടു 5/2 എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിക്കേ എക്സിന് ടൈം ഇല്ല എന്ന് പറഞ്ഞാൽ x⁻ ആരാണ്? 0. ഇപ്പോൾ ഈ പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ n-6 ഈക്വൽ എത്ര എന്ന് കിട്ടും? 0. therefore n ഈക്വൽ എത്ര കിട്ടി? 6. അങ്ങനെയാണ് നമുക്ക് എന്നിൻ്റെ വാല്യൂ മറ്റൊരു വഴിക്ക് കിട്ടുന്നത് കേട്ടോ. ഇവിടെ എക്സിൻ്റെ പവർ n-6 ആണ്. ഇവിടെ എക്സ് ഇല്ല എന്ന് പറഞ്ഞാൽ പവർ 0 ആണ്, x⁻0. അപ്പോൾ പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ n-6 ഈക്വൽ 0. ഓക്കെ, അപ്പോൾ n6 കിട്ടിയ സ്ഥിതിക്ക് ഇവിടെ നമുക്ക് കൊടുക്കാമല്ലോ. ദാറ്റ് ഈസ് 63 m⁻6 - 3. ഇനി x⁻ എത്രയാണ്?
n 6 കിട്ടി 0 അതും എടുക്കണ്ട. ഈ സീക്കിൽ എത്ര എന്ന് എടുത്താൽ മതി 5/2. ഓക്കെ, മറ്റേതിനൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞേക്കുക. 63 എന്ന് പറഞ്ഞാൽ 20 ആണ് കേട്ടോ. ദാറ്റ് ഈസ് 20 ഇൻറ്റു എം ക്യൂബ് ഈ സീക്കിൽ എത്ര 5/2 m റൈസ് 6 - 3 m ക്യൂബ്. ദാറ്റ് ഈസ് എം ക്യൂബ് ഈസ് ഈക്വൽ ടു ഈ 20 താഴോട്ട് വരുമ്പോൾ 5 എത്ര വരും 40 വരും കേട്ടോ. 20 ഇൻറ്റു 2 40 കട്ട് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് 1/8 ആണ്. എം ക്യൂബ് 1/8 ആണെന്ന് പറഞ്ഞാൽ എം ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 1/8. ആൻസർ ആരാണ് മോനെ 1/2. ഓക്കെ, അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എത്ര കിട്ടി 1/2 എന്ന് കിട്ടി. അപ്പോൾ എൻ എത്ര കിട്ടിയായിരുന്നു 6. നേരത്തെ എന്നിൻ്റെ വാല്യൂ എത്ര കിട്ടിയായിരുന്നു 6 കിട്ടി. അപ്പോൾ നോക്കിക്കേ mn എന്ന് പറയുമ്പോൾ എമ്മിൻ്റെ വാല്യൂ ഇപ്പോൾ നമുക്ക് കിട്ടിയ എത്രയായിരുന്നു എമ്മിൻ്റെ വാല്യൂ 1/2 ഇൻറ്റു എന്നിൻ്റെ വാല്യൂ 6 കട്ട് ചെയ്യുമ്പോൾ ആൻസർ എത്രയാണ് 3 ആണ് കേട്ടല്ലോ. ഇതാണ് എൻ്റെ ആൻസർ. ഇത്രയൊക്കെ ചെയ്യാനുണ്ട്. വേറെ ഷോർട്ട് കട്ട് നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഞാനിപ്പോൾ നിങ്ങളെ ചെയ്തതിൻ്റെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, 4th ടൈം ഈസ് ഈക്വൽ ടു 5/2. ദാറ്റ് ഈസ് NCR A റേഷ്യോ n - r ഇൻറ്റു B റേഷ്യോ r ഈക്വൽ ടു 5/2. n എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഇപ്പോഴേ കിട്ടിയിട്ടില്ല. അപ്പോൾ NCR അതേപോലെ തന്നെ, പക്ഷേ r എത്ര എന്ന് കൊടുക്കാം 3. 4th ടൈം ആണെങ്കിൽ ഈ r ന് കൊടുക്കേണ്ടത് 1 കുറച്ച് 3. ഇനി a എന്ന് പറഞ്ഞാൽ ഇതാണ് മോനെ, ഇതാണ് b. ഓക്കെ, അപ്പോൾ mx റേഷ്യോ n - 3 1/x റേഷ്യോ 3 ഈക്വൽ 5/2. ദാറ്റ് ഈസ് 3 m റേഷ്യോ n - 3 x റേഷ്യോ n - 3. ഓക്കെ, ഇവിടുത്തെ ഈ സിംപ്ലിഫിക്കേഷനാണ് ഞാൻ ഇവിടെ വെച്ച് -6 അയക്കുന്നത് കേട്ടോ. ഈ സീക്കിൽ 5/2 എന്നേ ഉള്ളായിരുന്നു. അപ്പോൾ 5/2ൻ്റെ കൂടെ x ഇല്ല എന്ന് പറഞ്ഞാൽ പവർ എത്ര 0 ആണെന്ന് അർത്ഥം. അപ്പോൾ പവർ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്നിൻ്റെ വാല്യൂ എത്ര കിട്ടി 6 കിട്ടി. ആ എമ്മിൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കുമ്പോൾ എന്നിൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കുമ്പോൾ 63 m റേഷ്യോ 6 - 3 ഈക്വൽ ടു 5/2. ദാറ്റ് 63 എന്ന് പറഞ്ഞാൽ 20 ആണ്. 20 ഇൻറ്റു എം ക്യൂബ് 5/2. അവിടെ എം ക്യൂബ് 1/8 കിട്ടി. എമ്മിൻ്റെ വാല്യൂ ക്യൂബ് റൂട്ട് ഓഫ് 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ mn ഈസ് ഈക്വൽ 1/2 × 6 ബിക്കംസ് 3. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി ക്ലാസ് നല്ലൊരു ക്വസ്റ്റൻ ആയതുകൊണ്ട് ഉടനെ നിങ്ങൾ എത്തിക്കുക എന്നുള്ളതായിരുന്നു. മാക്സിമം ഷെയർ ചെയ്യാം. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. ഗുഡ് ബൈ.